വിത്ത് സൈനിങ് ആണ്. മനസ്സിലായില്ല? അങ്ങൊന്നും പോകണ്ട, ഈ കൈ എത്തുന്ന സ്ഥലത്തുള്ളതൊക്കെ കണ്ടാൽ മതി. മനസ്സിലായോ? ഓക്കെ. ദെൻ മൂന്നാമത്തെ സാധനമാണ്, നാലാമത്തെ സാധനം റെലവൻ്റ് ആയിരിക്കണം. അത് സമൂഹത്തിന് ഉതകുന്നതായിരിക്കണം, കാലോചിതമായിരിക്കണം, സമൂഹത്തിന് നന്മയുള്ളത്. നമ്മുടെ റെലവൻ്റ് ആയ ടോക്ക് ചെയ്യാൻ പറയില്ല, റെലവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് പറയില്ലേ? ആ റെലവൻസി എങ്ങനെ വരുന്നത്? ഇപ്പം ഞാനിതിനകത്ത് സ്വപ്നം കണ്ടാണ് എന്ത് പറയുന്നത്. ഉദാഹരണമായിട്ട് എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ നാട്ടിൽ മുഴുവൻ തലങ്ങും വലങ്ങും ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറപ്പിക്കണം. ഇതിൻ്റെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ, ഒരു ഗ്രാമത്തിൽ കുറേ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യമുണ്ടാവും. അത് റെലവൻ്റ് അല്ല, നടത്താൻ വിചാരിച്ചാൽ പറ്റുമോ? കഴിയും. കാര്യം എന്താണ്? സമൂഹത്തിന് എന്താ പറയുക, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വർണ്ണം കൊണ്ട് വേണമെങ്കിൽ ബാത്റൂമും ക്ലോസറ്റ് വരെ ഉണ്ടാക്കുക. ആരുണ്ടാക്കിയ മാതിരി? ബ്രൂണ സുൽത്താൻ ഉണ്ടാക്കിയ മാതിരി അല്ലേ? ബ്രൂണ സുൽത്താൻ അറിയില്ലേ നിങ്ങൾക്ക്? ഹസനുൽ ബൽഖിയ, ബ്രൂണൈ ദാറുസ്സലാമിൻ്റെ രാജാവ്. ഇപ്പോഴത്തെ ബ്രൂണ സുൽത്താൻ അറിയില്ല? അല്ല, അയാൾ മുടിയിട്ട് അങ്ങനെ ആകെ 25 ലക്ഷം രൂപയാണ് ബാർബർക്ക് കൊടുക്കുന്നത് അല്ലേ? 2 കോടിൻ്റെ വിമാനത്തിലെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ. വെട്ടുന്നത് എവിടുന്നാണ്? നമ്മുടെ എലിസബത്ത് രാജിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ബാർബറെ കൊണ്ടുവന്നത്. സ്വന്തം ഫ്ലൈറ്റ് അങ്ങോട്ട് വിടും അല്ലേ? 7000 കാർ അയാളാണ് പോർച്ചിൽ കിടക്കുന്നത് അല്ലേ? അവർ കിടക്കുന്നത് റോൾസ് റോയ്സ് മാത്രം 1500. ഇവിടെ ഹസനുൽ ബൽഖിയൻ്റെ കൊട്ടാരത്തിൽ. മനസ്സിലായോ? ഇതൊന്നും അയാൾ ഉപയോഗിക്കലില്ല. 7000 കാറുണ്ട്. മനസ്സിലായോ? ബാക്കിയുള്ള ആൾക്ക് ഞാൻ പിന്നെ പറഞ്ഞു ഒഴിഞ്ഞു വരും. ഞാൻ സീരിയസ്ലി ഞാൻ പറയുന്നത് വെച്ചാൽ റെലവൻ്റ് ആയതായിരിക്കണം, സമൂഹത്തിന് നന്മയുള്ളത്. അപ്പം നിങ്ങളെ സ്വപ്നം ഏതുമായിട്ട് കണക്ട് ചെയ്യിക്കണം? സമൂഹത്തിന് നന്മയുണ്ടാകണം. അപ്പോൾ നിങ്ങൾ പറയാണ്, ഞാൻ സീലിംഗ് അടിക്കും, ഒരു പ്ലാന്. പക്ഷേ ഞാൻ സീലിംഗ് അടിക്കുമ്പോൾ എൻ്റെ ടീമിലെ ഇത്ര ആൾക്കാർക്ക് 50,000 ഉണ്ടാവും, ഇത്ര 25,000. അതെന്തുണ്ട്? കുറച്ചും കൂടെ റെലവൻ്റ് ആണ്. അൽതാഫ് സാറ് സീലിംഗ് അടിച്ചപ്പോൾ ഞങ്ങളുടെ ടീമിലെ 10ഓളം ആൾക്കാർ TC അടിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ സീലിംഗ് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഉപകാരം. ക്ലിയർ ആണോ? സോ സീരിയസ്ലി ടൈം ബേസ്ഡ്, ടൈം ബൗണ്ടഡ്. എന്താ ടൈം ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്തിനകത്ത് ഫ്രം ടു കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമല്ല, ഇതൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് ഇത്, ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫസ്റ്റ്, ആദ്യം ആ തവളയെ തിന്നെന്ന് പറയുന്ന ബ്രെയിൻ ട്രേസിയുടെ പുസ്തകമുണ്ട്. വേണമെങ്കിൽ വായിച്ചാൽ ആ പോയിന്റ് അതിനകത്തുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കാര്യം പ്രയോറിറ്റിയുടെ മാട്രിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 പ്രധാന ഘടകമുണ്ട്. അർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്, അതേപോലെ തന്നെ അല്ല എന്താ പറയുക, അർജന്റ്, നോട്ട് അർജന്റ്, ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. ഈ 4 സാധനമാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അതിനെ 4 Ds എന്ന് പറയാം. 4 പ്രധാന D എന്ന് പറയാം. 4 Ds ഓഫ് ഗോൾ സെറ്റിംഗ്. അതായത് ഡു, ഡെലിഗേറ്റഡ്, അതുപോലെ തന്നെ ഡിലേറ്റ് ആൻഡ് ഡിസൈഡ്. ഇങ്ങനെ 4 Dകളാണ്. അതായത് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ വസ്തുവിൻ്റെ അർജൻസി ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്നതിനെ ടെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾ നാളെ രാവിലെ ആദ്യം ചെയ്യേണ്ട കർമ്മം ഏതാണ്? അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ അത് കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ഏതാണ്? അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻ്റ്. അത് ചെയ്യാം. അതിനുശേഷം ചെയ്യാനുള്ളത് നോട്ട് അർജന്റ്, ഇമ്പോർട്ടൻ്റ്. അതിനുശേഷം ചെയ്യാനുള്ളത് നമ്മുടെ നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻ്റ്. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഒറ്റ കാര്യമുള്ളൂ, അത് തിരിഞ്ഞില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. 100% അത് ഇപ്പം തന്നെ ചെയ്യണം. അത് മാത്രം അപ്പം ചെയ്യാം. അല്ലാതെ നാളെ രാവിലെ നിങ്ങൾ ഹൈ ഫ്ലൈസ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നല്ല റേഞ്ച് ഉണ്ട്, ഇപ്പം നല്ലൊരു പാട്ടും കിട്ടി, ഇത് കാലങ്ങളായി നോക്കി നടന്നതിൻ്റെ പഴയ പാട്ടാണ്, അതിന് ഇരിക്കരുത് എന്നർത്ഥം. മനസ്സിലായോ? അതേപോലെ തന്നെ ഹൈ ഫ്ലൈസ് നടക്കുന്ന സമയം അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് തന്നെ പാല് വാങ്ങാൻ പോകല്, മീൻ വാങ്ങാൻ പോകല്, മറ്റുള്ള കാര്യത്തിന് പോകല് ചെയ്യേണ്ട. കാര്യം എന്താ? ആ സമയത്ത് അർജന്റ് ഇമ്പോർട്ടൻ്റ് എന്ത് തന്നെയാണ്? ആ മീറ്റിംഗ് തന്നെയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് എന്ന് വെക്കരുത്, GTSൻ്റെ ഉള്ളിൽ ആ ഡേയിൽ വെക്കരുത്. നിങ്ങൾ ആദ്യം മനസ്സിനോട് അത് പറയണത്, അന്ന് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഏത് തന്നെയാണ്? GTS തന്നെയാണ്.